ഹേ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് പുറത്ത് വരെ പോയിട്ട് വന്നപ്പോഴേക്കും മൃദുലെ അമ്പൂട്ടന് കുളിച്ച് കുട്ടപ്പനല്ല, മൃദുലെ കുളിച്ചില്ല, അമ്പൂട്ടൻ്റെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ അമ്പൂട്ടനെ കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മുറ്റം ഭയങ്കര കുറവായിട്ട് രണ്ട് വണ്ടി കൂടി കയറി കിടക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വാങ്ങിച്ച മന്തിയുടെ റൈസ് ഇരിപ്പുണ്ട്, പക്ഷേ ചിക്കനൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ മഷ്റൂം ഫിഷ് മന്തി കൊളാബറേഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കൂണൊക്കെ കഴുകിയിട്ട് കുക്കറും വെച്ചതിന് ശേഷം മൃദുലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കുറച്ച് നെയ്യും സവാള ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടു. പിന്നെ നമ്മളെ ഉരുളൻകിഴങ്ങ് ആൻഡ് പച്ചമുളക് ഇളക്കി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മസാലപ്പൊടി. അമ്പൂട്ടൻ്റെ കുളിയെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അവൻ്റെ സ്ലീപ്പിംഗ് ടൈമാണ്. അവന് ഏതാനും നിമിഷങ്ങളൊക്കെ ഉറങ്ങും കേട്ടോ. അതിന് മുമ്പ് ഒരു ഉമ്മ ഓടിച്ചോ. അപ്പോൾ ബാക്ക് ടു കുക്കിംഗ്. നമ്മുടെ കൂൺ കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് കുക്കറി വെച്ച് അടച്ച് വെച്ച് ഒരു ഫിസിൽ അങ്ങോട്ട് അടിക്കുക. ഇങ്ങനെയുള്ള ടേബിൾ ടോപ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാമേ. അപ്പോൾ നമ്മുടെ മന്തി വിസിസ് മഷ്റൂമിന്റെ കൊളാബറേഷൻ ഇവിടെ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. ഇത്രയുള്ള സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെജിറ്റബിൾ ബിരിയാണി. എന്തായാലും നമ്മുടെ റൈസ് ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തട്ടിക്കൂട്ടിയൊക്കെ ഒരു നേരം കഴിക്കാം. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് ആൻഡ് ബൈ.